ഹലോ ഡിയേഴ്സ്, എക്സാം സ്ക്വയറിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. KTU പുതിയ സ്കീമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. 2024 സ്കീം മാറിയിട്ടുണ്ട്. അപ്പോൾ 2024 സ്കീം പ്രകാരം ഉള്ള S1 മാത്സിൻ്റെ ക്ലാസ്സാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ മാത്തമാറ്റിക്സ് ഫോർ ഇലക്ട്രിക്കൽ സയൻസ്, അതായത് നമ്മുടെ കോഡ്, സബ്ജക്ട് കോഡ് എന്ന് പറയുന്നത് GYMAT 101 ആണ് കേട്ടോ. അപ്പോൾ ഇലക്ട്രിക്കൽ സയൻസിൻ്റെ അണ്ടറിൽ വരുന്ന ബ്രാഞ്ചസ്, അതായത് EC, സിവിൽ, മെക്ക ഇലക്ട്രിക്കൽ, അതുപോലെ തന്നെ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് പോലുള്ള ഇലക്ട്രിക്കൽ സയൻസിൻ്റെ അണ്ടറിൽ വരുന്ന ബ്രാഞ്ചസിനായിട്ടുള്ള മാത്സിൻ്റെ കോഡാണ് GYMAT 101 എന്ന് പറയുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തെടുക്കാനും മറക്കരുത്. സോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിത് സെമസ്റ്റർ 1 2024 മാത്തമാറ്റിക്സ് ഫോർ ഇലക്ട്രിക്കൽ സയൻസ് ആണ് പഠിക്കുന്നത്. അതിൽ ഫസ്റ്റ് മൊഡ്യൂളിലെ ഫസ്റ്റ് ടോപ്പിക്ക് നമുക്കത് പഠിക്കാം. ഓക്കെ, അപ്പോൾ മൊഡ്യൂൾ 1 നമ്മൾ മെയിൻലി പഠിക്കുന്നത് ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആണ് കേട്ടോ. ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്. അപ്പോൾ എന്താണ് ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് എന്ന് പഠിക്കണ്ടേ? അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കി വരാവേ. എന്താണ് ലീനിയർ സിസ്റ്റം? എന്താണ് കുട്ടികളെ ലീനിയർ സിസ്റ്റം എന്ന് പറയുന്നത്? +1 നിങ്ങളിത് പഠിക്കുന്നതാണ്. ഗോസസ് എലിമിനേഷനൊക്കെ +1 പഠിക്കുന്നതാണ്. അപ്പോൾ ലീനിയർ സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? എ ലീനിയർ സിസ്റ്റം ഓഫ് m ഇക്വേഷൻസ് in n unknowns that is x1 x2 etc. up to xn is a set of equations of the form ഇങ്ങനെ a11 x1 plus a12 x2 plus etc. plus a1n xn equal to b1. Similarly, a12 x1 plus, it's not a21 x1 plus a22 x2 plus etc. plus a2n xn equal to bt. ഇതിങ്ങനെ പോയി a m1 x1 plus a m2 x2 plus etc. plus a mn xn equal to bn. അപ്പോൾ എന്താണ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത്? എ ലീനിയർ സിസ്റ്റം ഓഫ് എത്ര ഇക്വേഷൻസ് ഉണ്ട് കുട്ടികളെ? m ഇക്വേഷൻസ് ഉണ്ട്. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, a1 സ്റ്റാർട്ട് ചെയ്ത് കണ്ടോ, a11, അടുത്ത് a21, അടുത്ത് വരുമ്പോൾ a31, അങ്ങനെ ഏത് വരെ am1. അതായത് m ഇക്വേഷൻസ് നമുക്കുണ്ട്. ഈ m ഇക്വേഷൻസിൽ എത്ര അൺനോൺസ് ഉണ്ട്? n അൺനോൺസ് ഉണ്ട്. ഈ അൺനോൺസ് എന്ന് പറയുമ്പോൾ x1 x2, അടുത്ത ഇക്വേഷൻ, അടുത്ത ടേമിൽ എന്ത് വരും? a13 into x3. അപ്പോൾ അടുത്ത അൺനോൺ x3 etc. up to xn. n അൺനോൺസ് ഉണ്ട്. ഏതൊക്കെയാണ്? x1 x2 x3 etc. up to xn is a set of equation of the form. ഇതിന് നമ്മളൊരു സെറ്റ് ഓഫ് ഇക്വേഷൻ്റെ ഫോമിലോട്ട് എഴുതുകയാണെങ്കിൽ അതിന് നമുക്ക് എന്തെന്ന് പറയാം? സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് എന്ന് നമുക്ക് പറയാം. ഇവിടെ നമുക്ക് കുറച്ച് ടേംസുകൾ പഠിക്കാനുണ്ട്. ഇവിടെ എന്താണ് a, എന്താണ് x, എന്താണ് b? ഈ ഇക്വേഷൻസിന് നമുക്ക് എന്തെന്ന് പറയാം? ലീനിയർ എന്ന് പറയാം. എന്തുകൊണ്ടാണ് ലീനിയർ എന്ന് പറയാൻ പറ്റുന്നത്? നിങ്ങളിവിടെ നോക്കിക്കേ, ഓരോ അൺനോൺസ്, ഇവിടെ x1 ഉണ്ട്, x2 ഉണ്ട്. ഓരോ അൺനോൺസ് നോക്കുമ്പോൾ അതിൻ്റെ പവർ എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. എത്രയാണ് പവർ? 1 ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിന് എന്തെന്ന് പറയുന്നത്? ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നു? ലീനിയർ ഇക്വേഷൻസ് എന്ന് പറയുന്നു. ഇനി നോക്കിക്കേ, ഇവിടെ ഇല്ല a11 a12 etc. up to ഏതുവരെ ഉണ്ട്? amn. ഇതിന് നമ്മൾ പറയുന്നത് എന്താണ്? സിസ്റ്റത്തിന്റെ കോഎഫിഷ്യൻസ് എന്നാണ് പറയുന്നത്. കോഎഫിഷ്യൻസ് ഓഫ് ദ സിസ്റ്റം. ഓക്കെ, അതുപോലെ തന്നെ b1
B2 etc. up to Bm വരെ. ഇത് നമ്മൾ പറയുന്നത് ജസ്റ്റ് ഗിവൺ നമ്പേഴ്സ് ആണ്. എന്താണ്? they are the given numbers. ഓക്കെ, ക്ലിയർ ആയോ? ഇനി എന്താണ് നമ്മുടെ ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്? ഈ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? x1 കണ്ടുപിടിക്കുക, x2 കണ്ടുപിടിക്കുക, x3 എക്സെട്ര അപ് ടു xnന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നതിനാണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എ സൊല്യൂഷൻ ഓഫ്, അതിനെ ഞാൻ ഇക്വേഷൻ 1 ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എ സൊല്യൂഷൻ ഓഫ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ 1 എന്ന് പറയുന്നത് എന്താ? ഈസ് എ സെറ്റ് ഓഫ് numbers ഏതാണ്? x1 x2 etc. up to xn that satisfies all the m equations. നമ്മുടെ ഈ ഇക്വേഷൻ ഉണ്ടല്ലോ, a11 x1 a12 x2 etc. up to a1 and xn equal to b1. ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിന്റെ വാല്യൂസിനെയാണ് നമ്മൾ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇതേ ഇക്വേഷൻ, ഇതിനെ ഞാൻ ഇക്വേഷൻ 1 ആയിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം കുട്ടികളെ? ഇതിനെ നമുക്ക് എന്തായിട്ട് എഴുതാം? മെട്രിക്സ് ഫോമിലോട്ട് എഴുതാം. ഓക്കെ, മെട്രിക്സ് ഫോമിലോട്ട് എഴുതാം. ഓക്കെ, അപ്പൊ നമുക്ക് മെട്രിക്സ് ഫോമിലോട്ട് പോകാം. അപ്പൊ എന്താണ് ലീനിയർ സിസ്റ്റം എന്ന് നിങ്ങൾക്ക് 3 മാർക്സിന് ചോദിക്കാം. അന്നേരം ഇതങ്ങ് എഴുതി വെക്കുക കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് മെട്രിക്സ് ഫോം ഓഫ് ദ ലീനിയർ സിസ്റ്റം. എന്താണ് മെട്രിക്സ് ഫോം ഓഫ് ദ ലീനിയർ സിസ്റ്റം. ഓക്കെ, മെട്രിക്സ് ഫോം ഓഫ് ദ ലീനിയർ സിസ്റ്റം. ഓക്കെ, എങ്ങനെ നമുക്ക് എഴുതാം മെട്രിക്സ് ഫോം ഓഫ് ദ ലീനിയർ സിസ്റ്റം? നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷൻ ഉണ്ടല്ലോ, അതായത് a11 x1 പ്ലസ് a12 x2 പ്ലസ് എക്സെട്ര a13 x3, ഈ ഒരു ഇക്വേഷൻ നമുക്ക് മെട്രിക്സ് ഫോമിലൂടെ നമുക്ക് എങ്ങനെ എഴുതാന്ന് അറിയാവോ? നോക്കിക്കേ, മെട്രിക്സ് ഫോമിൽ നമുക്ക് ഇങ്ങനെ എഴുതാം: a ഇൻറ്റു എക്സ് ഈക്വൽ ടു ബി, ax ഈക്വൽ ടു ബി എന്ന് എഴുതാം. വേർ a എന്ന് പറയുന്നത് ആ കോഎഫിഷ്യന്റിന്റെ മെട്രിക്സ് ആണ് കേട്ടോ. വേർ a എന്ന് പറയുന്നത് എന്താണ്? മെട്രിക്സ് ഓഫ് കോഎഫിഷ്യൻസ്. എങ്ങനെ എഴുതാം? a11 a12 etc. up to a1n. അടുത്ത് a21 a22 etc. up to a2n etc. then അടുത്ത എന്താ? നമുക്ക് എത്ര ഇക്വേഷൻസ് ഉണ്ട്? m ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ എമ്മിൽ ഫസ്റ്റ് വൺ am1, അടുത്ത എമ്മിൽ സെക്കൻഡ് etc. up to am, ലാസ്റ്റ് വൺ ഈസ് n. mth റോയും nth കോളവും. സോ amn. ഈ ഒരു മെട്രിക്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? മെട്രിക്സ് എ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ കോഎഫിഷ്യന്റ് മെട്രിക്സ്. ഇനി എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് എന്ന് പറയുന്നത് കോളം മെട്രിക്സ്. എന്തിൻ്റെ? ആ സൊല്യൂഷൻസിന്റെ കോളം മെട്രിക്സ് ആണ്. അതായത് x1 x2 etc. up to xn. ഇതാണ് എന്ത്? എക്സ് എന്ന് പറയുന്നത്. ഇനി ബി എന്ന് പറയുന്ന മെട്രിക്സ് എന്താണ്? വാട്ട് ഈസ് ബി? ബി എന്ന് പറയുന്നതും ഒരു കോളം മെട്രിക്സ് ആണ്. നമ്മുടെ റൈറ്റ് സൈഡിൽ എന്തുണ്ടായിരുന്നു? b1 b2 b3 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ? ഇത് b1 b2 etc. up to bn, അതിന്റെ മെട്രിക്സ് ആണ് കേട്ടോ. അപ്പൊ അത് നമ്മളൊരു കോളം മെട്രിക്സിൽ എഴുതുവാണ് b1 b2 etc. up to bn. ഇതാണ് ബി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ലീനിയർ സിസ്റ്റത്തിന് നമുക്ക് എങ്ങനെ എഴുതാം? മെട്രിക്സ് ഫോമിലോട്ട് എഴുതാം. ആ മെട്രിക്സ് ഫോം എന്ന് പറയുന്നത് എങ്ങനെ വരും? ax equal to b, where a is the coefficient matrix, x എന്ന് പറയുന്നത് x1 x2 etc. കോളം മെട്രിക്സ് ഓഫ് സൊല്യൂഷൻസ്, ആൻഡ് b is the റൈറ്റ് സൈഡിൽ വരുന്ന നമ്പേഴ്സ് ഉണ്ടല്ലോ, അതാണ് b equal to b1 b2 etc. up to bn. ഇത് എന്താണൊരു കോളം മെട്രിക്സ് ആണ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് ഓഗ്മെന്റഡ് മെട്രിക്സ്. എന്താണ് ഓഗ്മെന്റഡ് മെട്രിക്സ്? നമ്മൾ നെക്സ്റ്റ് ടോപ്പിക് പഠിക്കുമ്പോൾ നമ്മൾ ഓഗ്മെന്റഡ് മെട്രിക്സ് അറിഞ്ഞിരിക്കണം. ഓഗ്മെന്റഡ് മെട്രിക്സ് എന്താണ്? ഓഗ്മെന്റഡ് മെട്രിക്സ് നമ്മൾ സാധാരണ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓഗ്മെന്റഡ് മെട്രിക്സ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല കുട്ടികളെ, ഇതുണ്ടല്ലോ നമ്മുടെ കോഎഫിഷ്യന്റ് മെട്രിക്സും
ഈ ഒരു റൈറ്റ് സൈഡിൽ വരുന്ന ഈ ഒരു മെട്രിക്സും ഉണ്ടല്ലോ, ഇത് നമ്മൾ ചേർത്ത് എഴുതുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഓഗ്മെന്റഡ് മെട്രിക്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓഗ്മെന്റഡ് മെട്രിക്സ് അത് എഴുതുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. ഇസ് ഈക്വൽ ടു, നമുക്ക് ആദ്യം നമ്മുടെ കോഎഫിഷ്യന്റ് മെട്രിക്സ് എഴുതാവേ. കോഎഫിഷ്യന്റ് മെട്രിക്സ് എന്ന് പറയുമ്പോൾ എന്താ, A11 A12 എക്സെട്ര അപ് ടു A1n. അടുത്ത് A21 A22 എക്സെട്ര അപ് ടു A2n. ഇനി എക്സെട്ര. നെക്സ്റ്റ് ലാസ്റ്റ് എന്താ, AM1 AM2 എക്സെട്ര AM n. കഴിഞ്ഞിട്ടില്ല. ഇതിൽ ഞാനിവിടെ ഒരു ഡാഷ് ലൈൻ ഇടുവാണ്, ജസ്റ്റ് സെപ്പറേഷൻ അറിയാം. മീൻസ് കോഎഫിഷ്യന്റ് മെട്രിക്സും നമ്മുടെ ലാസ്റ്റത്തെ ആ ഒരു ബിയുടെ എന്താണ് കോളം മെട്രിക്സും തമ്മിലുള്ള ആ ഒരു സെപ്പറേഷൻ അറിയുന്നതിന് വേണ്ടിയിട്ട്. ഇത് ഇട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. നോക്കിക്കേ, B1 B2 എന്താണ് BM. ഓക്കെ, ഇതാണ് നമ്മുടെ എന്ത്, ഓഗ്മെന്റഡ് മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താണ് ആക്ച്വലി, ഇതെന്ന് പറയുന്നത് നമ്മുടെ കോഎഫിഷ്യന്റ് മെട്രിക്സ് ആണ്. എന്താണ് കോഎഫിഷ്യന്റ് മെട്രിക്സ്? എന്താണ് നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്ന ബിയുടെ ആ കോളം മെട്രിക്സ് ആണ് കേട്ടോ. ഓക്കെ, മനസ്സിലായല്ലോ. ഇതാണ് ഓഗ്മെന്റഡ് മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? എന്താണ് ഒരു ലീനിയർ സിസ്റ്റം എന്ന് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് അതെങ്ങനെ റെപ്രസെന്റ് ചെയ്യേണ്ടതെന്ന് പഠിച്ചു. എന്തുകൊണ്ടാണ് അത് ലീനിയർ ആണെന്നുള്ളത് പഠിച്ചു. എന്തുകൊണ്ടാണ്? അതിൻ്റെ സൊല്യൂഷൻസ് ആയിട്ടുള്ള എക്സിൻ്റെ പവേഴ്സ് 1 ആയിട്ട് വരുന്നത് കൊണ്ടാണ് നമ്മൾ അതിനെ ലീനിയർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കോഎഫിഷ്യന്റ് മെട്രിക്സ് എഴുതാൻ പഠിച്ചു, സൊല്യൂഷൻ മെട്രിക്സ് എഴുതാൻ പഠിച്ചു, അതുപോലെ തന്നെ ബിയുടെ മെട്രിക്സ് എഴുതാൻ പഠിച്ചു. ഇവ ചേർത്ത് നമ്മൾ എന്ത് ചെയ്തു, ഓഗ്മെന്റഡ് മെട്രിക്സ് നമ്മൾ എഴുതി. ഓക്കെ, ഇനിയാണ് നമ്മുടെ ടോപ്പിക്കിലോട്ട് നമ്മൾ കടക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഗോസ് എലിമിനേഷൻ ആൻഡ് ബാക്ക്വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇത് മുതലാണ് നമ്മൾ പ്രോബ്ലം ചെയ്ത് പഠിക്കാനായിട്ട് പോകുന്നത്. ഗോസ് എലിമിനേഷൻ ആൻഡ് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ഇതെങ്ങനെ നമ്മൾ ചെയ്യുന്നുള്ളത് നോക്കാതെ. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ജനറൽ ഫോം ഓഫ് ഇക്വേഷൻസ് ആണ് എഴുതിയത്. ഇനി നമ്മളതൊരു റിയൽ ഇക്വേഷൻസിൻ്റെ ഫോമിലോട്ട് എഴുതുവാണ്. അപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് നോക്കിക്കേ, 2x1 പ്ലസ് 5x2 ഈക്വൽ ടു 2. നെക്സ്റ്റ് ഇക്വേഷൻ 13x2 ഈക്വൽ ടു -26. അപ്പോൾ ഇത് ഇക്വേഷൻ 1, ഇത് ഇക്വേഷൻ 2. നമുക്ക് രണ്ട് ഇക്വേഷൻ ഉണ്ട്. നമ്മുടെ എയിം എന്താണ്? അൺനോൺ ആയിട്ടുള്ള x1ഉം x2ഉം കണ്ടെത്തുക എന്നുള്ളതാണ്. അതിനെന്ത് ചെയ്യണം? ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യണം. എന്ത് ചെയ്യണം? ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ നിങ്ങൾ എടുത്തേ, 13x2 ഈക്വൽ ടു -26 അല്ലേ? From equation 2 implies 13x2 equal to -26 ആണെങ്കിൽ അവിടെ നിന്ന് x2 equal to എന്താ? -26 divided by 13 അല്ലേ? അപ്പോൾ എത്ര കിട്ടും? -26 divided by 13 ചെയ്യുമ്പോൾ 13ന്റെ ഡബിൾ ആണ് 26. അപ്പോൾ -2. അപ്പോൾ x2ന്റെ വാല്യൂ എത്ര കിട്ടി? -2. ഈ -2 നമ്മൾ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് എന്താണ്? x2 in ഇക്വേഷൻ 1. ഇക്വേഷൻ 1ൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 2 × x1 പ്ലസ് 5. x2ന് എന്ത് കൊടുക്കാം? -2 which is equal to 2 ആണല്ലോ. 2x1 5 × -2 -10 equal to 2. നെക്സ്റ്റ് നോക്കിക്കേ, 2x1 ഈക്വൽ ടു, ഈ -10 ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ റൈറ്റ് സൈഡിലോട്ട് വരുമ്പോൾ എന്ത് പറ്റും? +10 ആവും. അപ്പോൾ +10 ആവും അല്ലേ? അപ്പോൾ 10 + 2 10 + 2 12 ആണ്. അപ്പോൾ 2x1 ഈക്വൽ ടു 12, x1 ഈക്വൽ ടു 12/2. എത്ര കിട്ടി? 6 എന്ന് പറഞ്ഞിട്ട് കിട്ടി. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻസ് ഏതൊക്കെയാണ്? x1ൻ്റെ വാല്യൂ 6 എന്നും x2ൻ്റെ വാല്യൂ നമുക്ക് എന്തെന്ന് പറഞ്ഞിട്ട് കിട്ടിയേക്കുന്നത്? -2. ഇതാണ് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്? ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ. രണ്ട് ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആദ്യം
ഒരു വാല്യൂ കണ്ടെത്തുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നെക്സ്റ്റ് വാല്യൂലോട്ട് വരുന്നു. അത് നമ്മളിവിടെ എന്ത് ചെയ്തു? x2 കണ്ടുപിടിച്ചിട്ട് എന്നിട്ട് ആ കിട്ടിയ x2നെ ഫസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് എന്ത് കണ്ടുപിടിച്ചു? x1ന്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്തു? കണ്ടെത്തി. അപ്പോൾ ഇതാണ് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? നമുക്ക് പ്രോബ്ലം ചെയ്യാം. അപ്പോൾ നോക്കിക്കേ, ക്വസ്റ്റ്യൻ നോക്കിക്കേ, എന്താ പറഞ്ഞിരിക്കുന്നത്? സോൾവ് ദ ഫോളോയിങ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ യൂസിങ് ഗോസ് എലിമിനേഷൻ മെത്തേഡ്. അപ്പോൾ ഗോസ് എലിമിനേഷൻ മെത്തേഡ് വെച്ചിട്ട് ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യണം. അപ്പോൾ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഇതാണ്: -3x plus 8y equal to 5. Second one, 8x minus 12y equal to -11. Okay. അപ്പോൾ ഇങ്ങനെ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യും എന്നുള്ളതാണ്. ഏത് മെത്തേഡാ? ഗോസ് എലിമിനേഷൻ മെത്തേഡ് വെച്ചിട്ടാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ സോൾവ് ചെയ്യാൻ മീൻസ് എക്സിൻ്റെയും ഈ വൈയുടെയും വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടെത്തണം. അപ്പോൾ സ്റ്റെപ്പ് 1, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഇതിനെ മെട്രിക്സ് ഫോമിലോട്ട് എഴുതുക. അപ്പോൾ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് AX = B ഫോമിലോട്ട് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ AX = B. അപ്പോൾ നോക്കിക്കേ, എയുടെ മെട്രിക്സ് എന്ന് പറയുന്നത് ഏതാണ്? കോയിഫിഷ്യന്റ് മെട്രിക്സ് ആണ് അല്ലേ? അപ്പോൾ ഏതൊക്കെ വരും? -3, 8, 8, -12. ഓക്കെ, ഇനി നമുക്ക് എക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ എക്സ് വൈ ദാറ്റ് ഈസ് അൺനോൺസ് ആണ്. എക്സും വൈയും ഈക്വൽ ടു റൈറ്റിൽ നമുക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സ് ഏതാ? 5ഉം -11. അപ്പോൾ ഈ ഫോമിലോട്ട് എഴുതുന്നത് ദാറ്റ് ഈസ് സ്റ്റെപ്പ് 1. ഓക്കെ, സ്റ്റെപ്പ് 1 ചെയ്തല്ലോ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ? സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ഓഗ്മെന്റഡ് മെട്രിക്സ് എഴുതുക എന്നുള്ളതാണ്. എന്ത് ചെയ്യണം? ഓഗ്മെന്റഡ് മെട്രിക്സ് എഴുതുക. ഓഗ്മെന്റഡ് മെട്രിക്സ് എഴുതുക. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ ഓഗ്മെന്റഡ് മെട്രിക്സ് എഴുതാനായിട്ട് എന്ത് ചെയ്യും? കോയിഫിഷ്യന്റ് മെട്രിക്സ് എടുക്കുക അല്ലേ? -3, 8, 8, -12 എടുത്തു. ഓക്കെ, അയ്യോ ഇവിടെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും? ഈ റൈറ്റ് സൈഡിൽ നമ്മുടെ റൈറ്റ് മോസ്റ്റിലുള്ള ബിയുടെ വാല്യൂ കൂടെ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, 5ഉം -11. ഓഗ്മെന്റഡ് മെട്രിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാവോ? ആക്ച്വലി നമ്മുടെ ഈ ഒരു മെട്രിക്സ്, അതായത് എ എന്ന് പറയുന്ന മെട്രിക്സ് ആക്ച്വലി എന്താണ്? 2x2 മെട്രിക്സ് ആണ്. അതായത് 2 കോളവും 2 റോയുള്ള മെട്രിക്സ് ആണ്. നമുക്ക് ഇവിടെ ഇപ്പൊ തന്നിരിക്കുന്ന മെട്രിക്സ് എന്ന് പറയുന്നത് ആണല്ലോ. ഇവിടെ നമുക്ക് 2 കോളം ഉണ്ട്, ഈ 2 കോളം ഉണ്ട്, അതുപോലെ തന്നെ 2 റോയും ഉണ്ട്. അപ്പോൾ 2x2 മെട്രിക്സ് ആണ് നിങ്ങൾക്ക് തരുകയാണെന്നുണ്ടെങ്കിൽ, 2x2 മെട്രിക്സ് തരുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എയിം എന്തായിരിക്കണം എന്ന് അറിയാവോ? ഈ ലെഫ്റ്റ് മോസ്റ്റിലെ, അതായത് ഈ ലെഫ്റ്റ് മോസ്റ്റ് മീൻസ് എൻഡില്, അതായത് ഈ ഫസ്റ്റ് കോളത്തിലെ ലാസ്റ്റ് പൊസിഷനിലേക്ക് കിടക്കുന്ന വാല്യൂവിനെ എന്താക്കുക? 0 ആക്കുക. എന്താക്കണം? 0 ആക്കണം. അത് നമുക്ക് എങ്ങനെ 0 ആക്കാം? റോ ട്രാൻസ്ഫോർമേഷൻ മെത്തേഡ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? 0 ആക്കാനായിട്ട് പറ്റും. എന്ത് ചെയ്യാം? റോ ട്രാൻസ്ഫോർമേഷൻ മെത്തേഡ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 0 ആക്കാനായിട്ട് പറ്റും. അതിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് തന്നെ നിങ്ങൾ ഉപയോഗിക്കണമെന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്യാം. പക്ഷെ നമ്മുടെ എയിം എന്താണ്? ഈ ഒരു ടേം എന്ന് പറയുന്നത് എന്താക്കുക? 0 ആക്കുക എന്നുള്ളതാണ്. ഓക്കെ, മനസ്സിലായോ? ഇപ്പോൾ 2x2 മെട്രിക്സ് ആണെങ്കിൽ ഈ എലമെന്റ് നമ്മൾ എന്താക്കണം? 0 ആക്കണം. അപ്പോൾ 0 ആക്കണം എന്നുണ്ടെങ്കിൽ നോക്കിക്കേ, നിങ്ങൾ ചെയ്യേണ്ടത് നോക്കിക്കേ, ഇവിടെ കണ്ടു ഇതിപ്പോൾ 8 ആണ് കിടക്കുന്നത്. ഇവിടെ നമുക്ക് കിടക്കുന്നത് എന്താ? -3 ആണ് അല്ലേ? അപ്പോൾ ഈ വാല്യൂ ഒരുപോലെ കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക? ഒന്നുകിൽ ആഡ് ചെയ്യുക. ചില കേസിൽ ആഡ് ചെയ്യുമ്പോഴത്തേക്കും 0 ആകും, ചില കേസിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0 ആകും. ഇവിടെ ഇപ്പോൾ ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഒരേപോലത്തെ വാല്യൂസ് വരികയാണ്. ബട്ട് സൈൻ ഡിഫറെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ വാല്യൂവിന് എന്ത് ചെയ്യാൻ പറ്റും? ഈ 8 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 0 ആക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ എലമെൻറ്റും ഈ എലമെൻറ്റും ഈ -3 എന്ന് പറയുന്ന ഈ പൊസിഷനുള്ള ഈ എലമെൻറ്റും ഈ 8 എന്ന് പറയുന്ന ഈ പൊസിഷനുള്ള എലമെൻറ്റും എന്താക്കണം? സെയിം ആക്കി കൊണ്ടുവരാൻ നോക്കുക. അപ്പോൾ സെയിം ആക്കി കൊണ്ടുവരാൻ എന്താ ചെയ്യേണ്ടത്? സിമ്പിൾ ആണ്. അതായത് ഈ ഫസ്റ്റ് റോ ഇല്ലേ, ഫസ്റ്റ് റോയിനെ R1 implies R1 നമ്മൾ 8, ഈ ലെഫ്റ്റ് മോസ്റ്റ് വാല്യൂ ഉണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുക, 8 times R1 ചെയ്യുക. അതുപോലെ തന്നെ R2നെ എന്ത് ചെയ്യണം? ഈ R2നെ, അതായത് സെക്കൻഡ് റോയെ, ഇതാണ് R2, സെക്കൻഡ് റോയെ എന്ത് ചെയ്യണം? ഫസ്റ്റ്
ഈ ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് എലമെന്റ് അതായത് -3 ആ നെഗറ്റീവ് ഞാൻ എടുക്കുന്നില്ല, ജസ്റ്റ് 3 മാത്രമാണ് എടുക്കുന്നത്. 3 മാത്രം എടുത്താൽ നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. 3 ടൈംസ് എന്ത് ചെയ്യണം, R2 ചെയ്യുക. അപ്പോൾ R1 implies 8 times R1, R2 implies 3 times R2. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? ഇസ് ഈക്വൽ ടു, നമുക്ക് നോക്കിക്കേ, R1 എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഫസ്റ്റ് റോയിനെ 8 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും വാല്യൂസ്? 8 × 3 എത്രയാ? -24. 8 × 8 64. 8 × 5 40 ആണേ. അതുപോലെ സെക്കൻഡ് റോയിൽ ഏതുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 3 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. 3 × 8 24. 3 × -12 എത്ര കിട്ടും? -36. 3 × -11 -33. ഇത്ര ഓക്കെ ആണേ? ഓക്കെ ആണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? R2 implies R2 + R1 ചെയ്യാം. ഓക്കെ, അതായത് R2 implies R2 + R1. അതായത് ഫസ്റ്റ് റോ നമ്മളൊന്നും ചെയ്യുന്നില്ല, അത് അതുപോലെ തന്നെ ഇടാൻ പോവാണേ. നോക്കിക്കേ, -24 64 40 അതൊന്നും ചെയ്യുന്നു. ഓക്കെ, ദെൻ R2 implies R2 + R1 അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? R2 + R1 ചെയ്യണം. അതായത് ഈ വാല്യൂ പ്ലസ് ഈ വാല്യൂനെ കൂട്ടി താഴെ അങ്ങ് എഴുതുക. -24 + 24 0. അടുത്ത് 64 + -36 എത്ര കിട്ടും? 64 - 36 ചെയ്യുമ്പോൾ 28 ആണ് കിട്ടുന്നത്. അതിൽ 40 - 33, അതായത് ഈ വാല്യൂ പ്ലസ് ഈ വാല്യൂ 40 - 33, 40 + -33 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 7 കിട്ടും ആണല്ലോ. ഓക്കെ, അപ്പൊ നമ്മുടെ എയിം എന്തായിരുന്നു? ഈ ഒരു എലമെന്റിനെ 0 ആക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ 0 ആയില്ലേ? 0 ആയല്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇത് വേണമെങ്കിൽ ഫസ്റ്റ് റോയിലുള്ള എലമെന്റ്സ് ഇപ്പൊ -24 64 40 എന്ന് പറഞ്ഞിട്ടാണ് കിടക്കുന്നത് കേട്ടോ. അതിൽ വേണമെങ്കിൽ നമുക്ക് ചെറുതാക്കാന്ന് വെച്ചാൽ ഇതിപ്പോ എല്ലാത്തിലും എന്തുണ്ട്? 8 കോമൺ ഉണ്ട്. 8ന്റെ മൾട്ടിപ്പിൾ ആണ്. വേണമെങ്കിൽ നമുക്ക് അതിനെ ചെറുതാക്കി എഴുതാം. R1 implies R1 / 8. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ R2 നോക്കിക്കേ, 28 7, രണ്ടും 7ന്റെ മൾട്ടിപ്പിൾസ് ആണ്. അതുകൊണ്ട് R2 implies, അത് നമുക്ക് ചെറുതാക്കിയിട്ട് R2 / 7 ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ചെറിയ വാല്യൂസിലോട്ട് മെട്രിക്സിന്റെ വാല്യൂസ് കുറച്ചുകൂടെ ചെറുതായിട്ട് വരും. ഓക്കെ, അപ്പൊ എങ്ങനെ കിട്ടും നമുക്ക് ഇവിടെ ആൻസർ? ഇവിടെ നോക്കിക്കേ, ഫസ്റ്റ് റോയില് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എത്ര കിട്ടും? -24 / 8 -3, 64 / 8 8, 40 / 8 എത്ര വരും? 5 ആണല്ലോ. 0 / 7 0, 28 / 7 4, 7 / 7 1. അപ്പോൾ ഇവിടെ മെട്രിക്സ് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുണ്ട് ആണല്ലോ. ഇനി നമ്മൾ എന്തായാലും പോകുന്നത്, ഇനി ഇക്വേഷൻ നമ്മൾ എഴുതാൻ പോകും. നമ്മൾ നേരത്തെ എന്താ ചെയ്തത്? ഇക്വേഷൻ തന്നിട്ട് അതിൽ നിന്ന് മെട്രിക്സ് എഴുതി. ഇത് നമ്മൾ നേരെ തിരിച്ചെഴുതാൻ പോവാണ്. മെട്രിക്സ് നിന്ന് ഇക്വേഷൻ എഴുതാൻ പോവാണേ. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഈ സെക്കൻഡ് റോയിൽ വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇവിടെ നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ ഇതിന്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? 0x + 4y = എന്താണ്? = 1 ആണല്ലോ. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 4y = 1. അവിടുന്ന് y-യുടെ വാല്യൂ എന്ത് കിട്ടി? 1/4 കിട്ടിയേ ആണല്ലോ. നമ്മുടെ y-യുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ x കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമല്ലേ? x കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ആ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി ആണല്ലോ. ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ ഫസ്റ്റ് റോ എടുക്കുക, അതിന്റെ ഇക്വേഷൻ എഴുതാം. -3x + 8y = എന്താണ്? = 5 ആണ്. അപ്പൊ -3x + 8 × y 8 × y 1/4 = 5. അപ്പൊ 8/4 എത്രയാ? 2 ആണ് അല്ലേ? അപ്പൊ എന്ത് കിട്ടി? -3x + 2 = 5. -3x, ഈ +2 = ഇപ്പുറത്ത് വരുമ്പോൾ -2, അപ്പൊ = 5 - 2. 5 - 2 എത്രയാ? 3 ആണല്ലോ. അപ്പൊ -3x = എത്ര കിട്ടി? 3. അപ്പൊ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? എക്സിന്റെ വാല്യൂ എന്താ? x = 3 / -3 എത്രയാ? -1. അപ്പൊ നമ്മുടെ ആൻസർ കിട്ടിയല്ലേ? നമ്മുടെ സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ട്. ഏതൊക്കെയാണ് വാല്യൂസ്?
ഒന്ന് y ഈക്വൽ ടു 1/4, നെക്സ്റ്റ് x ഈക്വൽ ടു -1. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. ഗോസ് എലിമിനേഷൻ മെത്തേഡ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നോക്കിക്കേ, സോൾവ് ദ ഫോളോയിങ് ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻ യൂസിങ് ഗോസ് എലിമിനേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചേക്കുവാണ്. നമുക്ക് രണ്ട് ഇക്വേഷൻ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം എന്താ ചെയ്യേണ്ടത്, മെട്രിക്സ് ഫോമിലോട്ട് മാറ്റുക. അതായത് AX ഈക്വൽ ടു B ഫോമിലോട്ട് മാറ്റുക. എയുടെ കോയിഫിഷ്യൻ മെട്രിക്സ് എഴുതി, എ എന്ന് പറയുന്നത് കോയിഫിഷ്യൻ മെട്രിക്സ് എഴുതി, ദെൻ XY എഴുതി, വിച്ച് ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡിലുള്ള നമ്പേഴ്സ് വെച്ചിട്ടുള്ള കോളം മെട്രിക്സ് എഴുതി. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ, ഓഗ്മെന്റഡ് മെട്രിക്സ് എഴുതുക എന്നുള്ളതാണ്. എഴുതി അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ എയിം എന്താണ്, സെക്കൻഡ് കോളത്തിലെ ഫസ്റ്റ് എലിമെന്റ്, സെക്കൻഡ് കോളം അല്ല സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലിമെന്റ് നമുക്ക് എന്താക്കണം, 0 ആക്കണം. അതായത് ഈ ഒരു എലിമെന്റ് നമുക്ക് 0 ആക്കണം. 0 ആക്കാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലിമെന്റും സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലിമെന്റും ഒരുപോലെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഒരുപോലെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ സബ്ട്രാക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 0 ആക്കി കൊണ്ടുവരാം. അതായത് റോ 2 R2 ഫസ്റ്റ് എലിമെന്റ് മൈനസ് R1 ഫസ്റ്റ് എലിമെന്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, റോ ട്രാൻസ്ഫോർമേഷൻ വഴി നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് എലിമെന്റ് സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലിമെന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 0 ആക്കാനായിട്ട് പറ്റും. ഇതിൽ ഒരു എലിമെന്റ് നെഗറ്റീവും ഒരു എലിമെന്റ് പോസിറ്റീവ് ആണെങ്കിൽ ആഡ് ചെയ്താൽ മതി. രണ്ടും പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, സബ്ട്രാക്ട് ചെയ്യണം, R2 മൈനസ് R1 ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു, റോ ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് എലമെന്റ്സ് ചെറുതാക്കി നമ്മൾ എന്ത് ചെയ്തു, അവസാനം ഈ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെന്റ് 0 ആക്കി കൊണ്ടുവന്നു. അത് 0 ആയി കഴിഞ്ഞാൽ പിന്നെ വളരെ എളുപ്പമാണ്. നമ്മൾ ആദ്യം പഠിച്ച ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ വഴി നമ്മൾ എന്ത് ചെയ്യുന്നു, ആൻസറിലോട്ട് എത്തുന്നു. ഓക്കെ, മനസ്സിലായോ, ക്ലിയർ ആയോ? അപ്പൊ 2x2 മെട്രിക്സിൻ്റെത് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമാണ്, ചെയ്യാനും നിങ്ങൾക്ക് എളുപ്പമാണ് കേട്ടോ. നമുക്ക് ഇനി ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. ഓക്കെ, നോക്കിക്കേ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. യൂസിങ് ഗോസ് എലിമിനേഷൻ മെത്തേഡ് വെച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്യാൻ പോവാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, നമ്മുടെ ഇക്വേഷൻ 4x മൈനസ് 6y ഈക്വൽ ടു -11, അടുത്ത് -3x പ്ലസ് 8y ഈക്വൽ ടു 10. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇത് എന്ത് ചെയ്യണം, സോൾവ് ചെയ്ത് കൊണ്ടുവരണം. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് AX ഈക്വൽ ടു B ഫോമിലോട്ട് എഴുതുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ AX ഈക്വൽ ടു B ആണല്ലോ. അപ്പൊ A എന്താണ് ഇവിടെ, A എന്ന് പറയുന്നത് 4 മൈനസ് 6 മൈനസ് 3 8 A. ഇനി X എന്ന് പറയുന്നത് X 5 which is equal to റൈറ്റ് സൈഡിലെ മെട്രിക്സ് -11 10. ഓക്കെ, ഇത്രയും കഴിഞ്ഞു അല്ലേ. നെക്സ്റ്റ് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഓഗ്മെന്റഡ് മെട്രിക്സ് എഴുതുക എന്നുള്ളതാണ്. ഓഗ്മെന്റഡ് മെട്രിക്സ് എഴുതാം. 4 minus 6 minus 3 8, then റൈറ്റ് സൈഡിലെ മെട്രിക്സ് -11 10. ഇത്ര എഴുതിയല്ലേ. നമ്മൾ എന്ത് ചെയ്യണം, റോ ട്രാൻസ്ഫോർമേഷൻ വഴി നമ്മൾ ഈ ഒരു എലമെന്റിനെ 0 ആക്കി കൊണ്ടുവരണം. ഓക്കെ, കൊണ്ടുവരാം. ഓക്കെ, അപ്പൊ നമ്മള് മെട്രിക്സ് എഴുതിയിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ട എന്താണ്, R1 implies 3 times R1. അതായത് ഞാൻ ഈ 3 കൊണ്ട് ഫസ്റ്റ് റോയിനെ കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതുപോലെ R2നെ മാറ്റുവാണ്. R2 implies 4 times, ഈ 4 കൊണ്ട് സെക്കൻഡ് റോയിനെ കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ആണ്. 4 times R2 ചെയ്യാമല്ലോ. അന്നേരം നമുക്ക് എന്താ കിട്ടുക, ഫസ്റ്റ് റോയിന് 3 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. 4 3s are 12, 6 into 3 18, നെഗറ്റീവ് ഉള്ളതുകൊണ്ട് -18, -11 into 3 -33. അടുത്ത 3 into 4, സെക്കൻഡ് റോയിനെ നമ്മൾ 4 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. -3 into 4 -12, then 8 into 4 എത്രയാ, 32, 10 into 4 എത്രയാ, 40 ആണല്ലേ. ഇത്രയും കിട്ടി. അപ്പൊ നോക്കിക്കേ, ഇവിടെ +12 ആയി, ഇവിടെ എന്തായി, -12 ആയി. നമുക്ക് ഇനി ചെറുതാക്കിക്കൂടെ,
ഇതിനെ വേണമെങ്കിൽ ചെറുതാക്കാം, ഫസ്റ്റ് കോളത്തിന് വേണമെങ്കിൽ ചെറുതാക്കാം, അല്ലെങ്കിൽ അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. നോക്കിക്കേ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, R2 implies R2 plus R1, okay, which is equal to, ഫസ്റ്റ് റോ നമ്മൾ തൊടുന്നില്ല, അതുപോലെ തന്നെ വെക്കുവാണ്. 12 minus 18 minus 33. സെക്കൻഡ് റോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് റോയിലെ എലമെന്റ്സ് ആയിട്ട് കൂട്ടി എഴുതുവാണ്. -12 plus 12 എത്ര, 0. 32 minus 18 എത്ര, 32 minus 18 ചെയ്യുമ്പോൾ 14, 14. ഓക്കെ, അടുത്ത 40 minus 33 ചെയ്യുമ്പോൾ 7. ഇത്രയും കിട്ടിയല്ലേ? ഇത്രയും കിട്ടി. നമുക്ക് വേണമെങ്കിൽ ഇവിടെ 14ഉം 7ഉം കിടപ്പുണ്ട്, വേണമെങ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ അങ്ങനെ തന്നെ കിടന്നോട്ടെ. ഞാനിവിടെ ചെറുതാക്കാൻ പോവാണേ. R2 implies R2 by 7, കാരണം 14ഉം 7ഉം 7ന്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് ജസ്റ്റ് ചെറുതാക്കി എഴുതുന്നു എന്ന് മാത്രം കേട്ടോ. അന്നേരം എന്ത് കിട്ടും, just equivalent to 12 minus 18 minus 33, 0. 14 by 7 ചെയ്യുമ്പോൾ 2, 7 by 7 ചെയ്യുമ്പോൾ 1 ആണല്ലോ. ഇനി നമുക്ക് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഈ ഒരു സെക്കൻഡ് റോ വെച്ചിട്ട് നമുക്ക് ഇക്വേഷൻ എഴുതാം. അന്നേരം 0x plus 2y equal to 1 ആണല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം, 2y equal to 1 implies y equal to 1/2. വൈയുടെ വാല്യൂ എത്ര കിട്ടി, 1/2 എന്ന് പറഞ്ഞിട്ട് കിട്ടി. ഇത് നമ്മൾ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, ഫസ്റ്റ് ഇക്വേഷനിൽ, ഫസ്റ്റ് റോയുടെ ഇക്വേഷനോട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് റോയുടെ ഇക്വേഷൻ എന്താ, 12x minus 18y equal to -33 ആണല്ലോ. that is 12x minus 18 into y 1/2 equal to -33. ഇനി 18/2 ചെയ്ത് 18/2 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്താ കിട്ടുക, 9 ആണ് കിട്ടുക ആണല്ലോ. അന്നേരം എന്ത് കിട്ടും, 12x minus 9 equal to -33. that is 12x equal to -33 plus 9. 33 9 കുറച്ച്, അന്നേരം നമുക്ക് എന്താ കിട്ടുക, 3 പോയി, ബാക്കി 6 പോയി കഴിഞ്ഞാൽ 24 അല്ലേ, മൈനസ് ആയതുകൊണ്ട് -24. അപ്പൊ 12x is equal to -24. x is equal to -24 divided by 12, that is equal to -2. നമ്മുടെ ആൻസേഴ്സ് ഏതൊക്കെയാണ്, നമുക്ക് കിട്ടിയ സൊല്യൂഷൻസ് ഏതൊക്കെയാണ്, x equal to -2 and y equal to 1/2 ഇങ്ങനെ കിട്ടി. ഓക്കെ, x equal to -2 and y equal to 1/2. ഇനി നിങ്ങൾ എക്സാമിന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ടീച്ചർ ഒരു ട്രിക്ക് പറഞ്ഞു തരട്ടെ. നമ്മുടെ കാൽക്കുലേറ്റർ ഉണ്ടല്ലോ, അതങ്ങ് എടുക്കുക. ഒരു സെക്കൻഡ്, നമ്മുടെ ഇക്വേഷനിലോട്ട് പോട്ടെ. ഓക്കെ, ഇത് നോക്കിക്കേ, നമ്മുടെ കാൽക്കുലേറ്റർ എടുക്കാം. ഇതായിരിക്കും നിങ്ങൾ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു കാൽക്കുലേറ്റർ അല്ലേ. ഇതിനകത്ത് നിങ്ങൾ മോഡ് എടുക്കാം. എക്സാമിന് വരുമ്പോൾ ഇതിന്റെ ആൻസർ എടുത്ത് എഴുതി വെക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഗോസ് എലിമിനേഷൻ ചോദിക്കുമ്പോൾ സ്റ്റെപ്സ് എല്ലാം കറക്റ്റ് ആയിട്ട് വേണം, പക്ഷെ നമുക്ക് ആൻസർ നമുക്ക് എന്ത് ചെയ്യുന്നു, ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് കണ്ടോ, മോഡ് 5 എടുക്കുക, അതായത് ഇക്വേഷന്റെ മോഡ് എടുക്കുക. ഇപ്പൊ ടീച്ചർ 5 എടുത്തേ, അതിനകത്ത് ഫസ്റ്റ് വൺ എടുക്കുക, a(n(x + b(n(y) = c). ഫസ്റ്റ് മോഡ് സെലക്ട് ചെയ്തേ. അപ്പൊ ഇതിനകത്ത് കണ്ടോ, നമുക്ക് വാല്യൂസ് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഇക്വേഷൻ ഏതാ, 4x - 6y. അപ്പോൾ ഫസ്റ്റ് കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് 4 ആണേ. 4 കൊടുത്തു. അടുത്ത വാല്യൂ -6, അപ്പോൾ -6 കൊടുത്തു. അടുത്ത റൈറ്റ് സൈഡിൽ എന്താ, -11 കൊടുത്തു. അടുത്ത ഇക്വേഷനിലെ ഫസ്റ്റ് വാല്യൂ -3 കൊടുത്തു. അടുത്ത് പിന്നെ 8 കൊടുത്തു. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ 10 കൊടുത്തു. ഓക്കെ, ഈക്വൽ ടു കൊടുക്കുമ്പോൾ നമ്മുടെ റിസൾട്ട് കിട്ടി കണ്ടോ, x equal to -2ഉം y equal to എന്താ 1/2. നമുക്ക് ഇത് തന്നെയല്ലേ കിട്ടിയത്, x equal to നമുക്ക് എന്താ കിട്ടിയത്, x equal to
-2 y = 1/2 ആണ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ ക്രോസ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ഇതാണ് ആൻസർ ആയിട്ട് കറക്റ്റായിട്ട് കിട്ടേണ്ടത്. ഇത് തന്നെയാണോ കിട്ടിയതെന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. കാൽക്കുലേറ്ററിൽ ചെയ്ത് ആൻസർ എഴുതി വെക്കരുത്. കറക്റ്റ് സ്റ്റെപ്സ് നിങ്ങൾ കറക്റ്റായിട്ട് എഴുതിയിട്ട് നിങ്ങൾ ആൻസറിലോട്ട് വരിക. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ? ഓക്കെ, അടുത്ത ദിവസം ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ സെയിം തന്നെ കേട്ടോ. 2/2 ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് 3/3 ചെയ്ത് പഠിക്കാം. അപ്പം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. 5x - 2y = 20.9. ഇങ്ങനെയൊക്കെ വരാം കേട്ടോ. ഇത് നിങ്ങളുടെ സിലബസ് ടെക്സ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നതാണ്. -x + 4y = -19.3. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ax = b എഴുതുക. ax = b ആണല്ലോ. അപ്പോൾ ആദ്യം കോഎഫിഷ്യന്റ് അങ്ങോട്ട് എഴുതിക്കേ. 5 - 2 - 1 4. ടീച്ചർ ഓഗ്മെന്റഡ് മെട്രിക്സ് ഡയറക്റ്റ് അങ്ങ് എഴുതട്ടെ. ഈ 20.9 -19.3 കൂടെ ചേർത്ത് എഴുതുവാണേ. അപ്പോൾ 20.9 - 19.3. ആദ്യത്തെ രണ്ട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. നമ്മൾ ആൾറെഡി കോഎഫിഷ്യന്റ് മെട്രിക്സ് എഴുതി. x = b എഴുതിയിട്ട് പിന്നെ നമ്മൾ ഓഗ്മെന്റഡ് മെട്രിക്സിലോട്ടാണ് വരുന്നത്. ഡയറക്റ്റ് ടീച്ചർ ഡയറക്റ്റ് അങ്ങ് എഴുതി വെക്കുക കേട്ടോ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? ഇവിടെ 5ഉം ഇവിടെ -1ഉം അല്ലേ കിടക്കുന്നത്. സെയിം വാല്യൂസിലോട്ട് കൊണ്ടുവരണം അല്ലേ. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് R2 സെക്കൻഡ് റോയിനെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? ഈ 5 ഉണ്ടെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. അപ്പോൾ R2 implies R1 + 5R2. ഓക്കെ, ഇത് ചെയ്താൽ മതി. ഇത് ഞാൻ 2 സ്റ്റെപ്പായിട്ട് ചെയ്തു തരാം. അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പം. R2 implies 5R2 നമുക്ക് ആദ്യം ചെയ്യാം. which is equivalent to ഫസ്റ്റ് റോ നമ്മൾ തൊടുന്നില്ല, അതുപോലെ എഴുതുക. 5 - 2 20.9. സെക്കൻഡ് റോ നമ്മൾ എന്ത് ചെയ്തു? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഈ ഇവിടെ 5 ആയതുകൊണ്ടാണ് ഈ സെക്കൻഡ് റോ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ 5 × -1 -5. 5 × 4 20. 5 × -19.3 നമുക്ക് ചെയ്യാം. 5 ഓക്കെ. അപ്പോൾ 5 × -19.3 എത്ര? -96.5. ഇത്രയും കിട്ടി. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്താ? അടുത്ത നമ്മൾ എന്താ ചെയ്യേണ്ടത്? റോ 2 implies R2 implies R1 അല്ലെങ്കിൽ R2 + R1 ചെയ്യാം. ഓക്കെ, അന്നേരം ഈക്വലൻ്റ് ടു ഫസ്റ്റ് റോ നമ്മൾ തൊടുന്നില്ല. 5 - 2 20.9. ഓക്കെ, ഇനി ഫസ്റ്റ് റോയിലെ എലമെൻറ്റും സെക്കൻഡ് റോയിലെ എലമെൻറ്റുമായിട്ട് നമ്മൾ ആഡ് ചെയ്യുകയാണ്. -5 + 5 0. ഈ എലമെൻറ്റ് -2 + 20 18. അടുത്ത് 96.5 - 20.9. കാൽക്കുലേറ്ററിൽ ചെയ്യാൻ വേഗം ചെയ്തു തരാം. നോക്കിക്കേ, എത്രയാണ്? 96.5 - 20.9 എത്ര കിട്ടി? 75.6.
75.6. പക്ഷെ നമുക്കിവിടെ വലിയ വാല്യൂ നെഗറ്റീവ് ആയതുകൊണ്ട് -75.6. ഇത്രയും കിട്ടിയേ? കിട്ടി. ഇവിടുത്തെ വാല്യൂ 0 ആയല്ലോ. സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെന്റ് നമുക്ക് 0 ആയില്ലേ? ആയി. നമുക്ക് ഇക്വേഷൻ സോൾവ് ചെയ്താൽ മാത്രം മതിയേ. ഇക്വേഷൻ എഴുതിക്കുക നിങ്ങൾ. സെക്കൻഡ് റോയുടെ ഇക്വേഷൻ എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 0x plus 18y equal to -75.6 ആണല്ലോ. സോ അവിടുന്ന് 18y equal to -75.6 then y equal to -75.6 divided by 18 ചെയ്തേ. നേരെ എന്ത് കിട്ടും? -75.6 divided by 18 equal to 30 -4.2. 30 -4.2 കിട്ടിയേ? അപ്പോൾ വൈയുടെ വാല്യൂ കിട്ടും. നമുക്കിനി എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എക്സ് കണ്ടുപിടിക്കാൻ എക്സിൻ്റെ ഇക്വേഷൻ എഴുതണം. അതായത് എക്സ് വരുന്ന ഫസ്റ്റ് റോയിലെ ഇക്വേഷൻ എഴുതണം. ഫസ്റ്റ് റോയിലെ ഇക്വേഷൻ എഴുതിക്കുക നിങ്ങൾ. 5x പ്ലസ് ഈ റോ വെച്ചിട്ടുള്ള ഇക്വേഷൻ എഴുതുക. 5x പ്ലസ് അല്ല മൈനസ് 5x മൈനസ് 2y ഈക്വൽ ടു എത്രയാ? 20.9 ആണല്ലോ. അപ്പോൾ 5x മൈനസ് 2 ഇൻറ്റു മൈനസ് 4.2 ഇസ് ഈക്വൽ ടു 20.9 ആണേ. നെക്സ്റ്റ് നമുക്ക് ചെയ്യാം. 5x മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 4.2ൻ്റെ ഡബിൾ എത്രയാ? 8.4 ആണല്ലോ. ഇസ് ഈക്വൽ ടു 20.9. 5x is equal to 20.9 minus 8.4. 20.9 minus 8.4 എത്ര കിട്ടി? 12.5. അപ്പോൾ 5x is equal to 12.5. അവിടെ നിന്ന് x is equal to 12.5 divided by 5 ചെയ്യാം. 12.5 divided by 5 എത്ര കിട്ടും? 2.5. നമ്മുടെ ആൻസർ എത്രയാ? 2.5. നമുക്ക് കിട്ടിയേക്കുന്ന എക്സിൻ്റെ വാല്യൂ എന്താണ്? എക്സ് ഈക്വൽ ടു 2.5ഉം വൈ ഈക്വൽ ടു എന്ത് കിട്ടി? -4.2. ഓക്കെ, ചെയ്യാമല്ലോ. എക്സാം ഒന്നും ചെയ്തില്ല നിങ്ങൾ? ചെയ്യണം കേട്ടോ. ഇപ്പോൾ 2x2 മെട്രിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ചെയ്തേക്കുന്നത് ഗോസ് എലിമിനേഷൻ മെത്തേഡ് വെച്ചിട്ട്. എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ടെക്നിക്ക് ക്ലിയർ ആയല്ലോ അല്ലേ? സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെന്റ് 0 ആക്കുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. 3x plus 6.2y equal to 0.2, 2.1x plus 8.5y equal to 4.3. ഇത് നിങ്ങളുടെ സിലബസ് ടെക്സ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന പ്രോബ്ലം ആണ്, എക്സസൈസ് പ്രോബ്ലം ആണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ചെയ്യാം? അപ്പോൾ ഡയറക്റ്റ് ഞാൻ ഓഗ്മെന്റഡ് മെട്രിക്സ് എഴുതാൻ പോവുകയാണേ. അപ്പോൾ എങ്ങനെ എഴുതാം കുട്ടികളെ? ആദ്യം നമ്മുടെ കോഎഫിഷ്യന്റ് മെട്രിക്സ് എഴുതുക. 3, 6.2, ദെൻ റൈറ്റ് സൈഡിലെ വാല്യൂ 0.2 ആണല്ലോ. അടുത്ത 2.1, അടുത്ത 8.5, അടുത്ത എന്താ 4.3. ഇത്ര എഴുതുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല അല്ലേ? അപ്പോൾ ഇത്ര എഴുതി. നെക്സ്റ്റ് നമ്മുടെ വാല്യൂ എന്തായിരിക്കണം? നെക്സ്റ്റ് വാല്യൂ അല്ല, നെക്സ്റ്റ് നമ്മളിനി എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് റോയിലുള്ള എലമെന്റ് നമ്മൾ അതുപോലെ വെക്കുന്നു. സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെന്റ് 0 ആക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇതിപ്പോൾ 2.1 ആണ് കിടക്കുന്നത് അല്ലേ? ഇത് 3 ആണ് കിടക്കുന്നത്. നിങ്ങൾ 3 കൊണ്ട് ഈ ഫസ്റ്റ് 3 കൊണ്ട് സെക്കൻഡ് റോ കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. അതുപോലെ 2.1 കൊണ്ട് ഫസ്റ്റ് റോ കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. ടീച്ചർ ഇപ്പോൾ തൽക്കാലം അത് ചെയ്യുന്നില്ല. നോക്കിക്കേ, ഇവിടെ ഇപ്പോൾ 2.1 ആണല്ലേ? ഇവിടെ നമുക്ക് 2.1 കൊണ്ടുവന്നാൽ പോരെ? എങ്ങനെ കൊണ്ടുവരാൻ പറ്റും? നമുക്കറിയാം 3 × 7 എത്രയാ? 21 ആണ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ 3 × 0.7 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2.1 ആണ് കിട്ടുക. 3 × 0.7 എത്രയാ? 2.1 ആണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് റോയിൽ ഈ 3നെ ഞാൻ എന്താക്കാൻ പോവാം? 2.1 ആക്കാൻ പോവാം. നമ്മൾ നേരത്തെ ചെയ്താലും കിട്ടും. സ്റ്റെപ്പ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്?
R1 implies R1 into 0.7 ചെയ്യാണ്. എന്തിനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്? ഈ ഫസ്റ്റ് കോളത്തിൽ ഈ എലമെൻറ്റും ഈ സെക്കൻഡ് എലമെൻറ്റും സെയിം ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്ത് കിട്ടും നമുക്ക് എന്ത് കിട്ടും? നമുക്ക് 3 into 0.7 ചെയ്യുമ്പോൾ 2.1, 3 into 6.2 ചെയ്യുമ്പോൾ 3 into 0.7, അതുപോലെ തന്നെ 6.2 into 0.7, 6.2 into 0.7 ചെയ്തേ 6.2 into 0.7 എത്ര കിട്ടും? 4.34. എത്രയാ? 4.34. അപ്പോൾ 4.34. അടുത്ത് 0.2 into 0.7, 7 into 2 14 ആണ്. ഇവിടെ 2 പോയിന്റ് വരുന്നതുകൊണ്ട് 0.14. ഓക്കെ, രണ്ടാമത്തെ റോ എലമെന്റ് അതുപോലെ എഴുതുന്നു. 2.1, 8.5, 4.3. ഓക്കെ, നെക്സ്റ്റ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? equivalent to. അടുത്ത സ്റ്റെപ്പ് എന്താ? നമ്മൾ R2 implies R2 മൈനസ് R1 ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തിട്ട് ഫസ്റ്റ് റോ അതുപോലെ തന്നെ എഴുതുക. ഫസ്റ്റ് റോ എലമെൻറ്റ്സ് 2.1, 4.34, 0.14. സെക്കൻഡ് 2.1 മൈനസ് 2.1 0, 8.5 മൈനസ് 4.34 ചെയ്തേ 8.5 മൈനസ് 4.34 എത്ര കിട്ടും? 4.16. എത്രയാ? 4.16 ആണോ? ഓക്കെ, നെക്സ്റ്റ് 4.3 മൈനസ് 0.14, 4.3 മൈനസ് 0.14 ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 4.16. എത്ര കിട്ടി? 4.16. ഓക്കെ, ഇത്രയും കിട്ടിയില്ലേ? ഓക്കെ, ബാക്കി നോക്കാം. ഇസ് ഈക്വൽ ടു ഇക്വേഷൻ എഴുതിക്കെ, നിങ്ങൾ സെക്കൻഡ് റോയുടെ ഇക്വേഷൻ എഴുതിക്കെ. അന്നേരം നമുക്ക് എന്താ കിട്ടുക? 4.16y ഈക്വൽ ടു 4.16 ആണല്ലോ. സോ y ഈക്വൽ ടു 4.16 by 4.16 എത്ര കിട്ടും കുട്ടികളെ? 1. അപ്പോൾ വൈയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 1 കിട്ടി. ഇനി നമ്മൾ ഫസ്റ്റ് റോയുടെ ഇക്വേഷൻ എഴുതാൻ പോവുകയാണെ. 2.1x പ്ലസ് 4.34y ഈക്വൽ ടു 0.14 ആണല്ലോ. വൈയുടെ വാല്യൂ എത്രയാ? 1 ആണ്. അപ്പോൾ നമുക്ക് 2.1x പ്ലസ് 4.34 ഈക്വൽ ടു 0.14 എന്ന് എഴുതാം. സോ 2.1x ഈക്വൽ ടു 0.14 മൈനസ് 4.34. അന്നേരം എന്താ കിട്ടുക? ഡയറക്റ്റ് ചെയ്യാവേ. 4.34 മൈനസ് 0.14. 4 minus 4 0, 3 minus 1 2, 4.20. അപ്പോൾ 2.1x is equal to 4.2. So x is equal to, സോറി ഇവിടെ ഒരു മൈനസ് വരുവേ, മൈനസ് ഉണ്ട് കാരണം 0.14 മൈനസ് 4.34 ആണ്. അപ്പോൾ നെഗറ്റീവ് വാല്യൂ ആണ് ഇവിടെ വലുത്. സോ 0.14 മൈനസ് 4.34. So 2.1x is equal to minus 4.2. 4.2 minus 4.2 divided by 2.1. അപ്പം അന്നേരം എന്താ കിട്ടുക? -2. ഓക്കെ, നമ്മുടെ ആൻസേഴ്സ് ഏതൊക്കെയാണ്? എക്സ് ഈക്വൽ ടു -2 ആൻഡ് വൈ ഈക്വൽ ടു 1. കിട്ടിയല്ലേ? ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? ഒന്ന് നോക്കി വരാം. ഫസ്റ്റ് നമ്മൾ ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് പഠിച്ചു. അതിൻ്റെ
അതെങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടതെന്ന് പഠിച്ചു. അവിടെ നിന്ന് നമ്മൾ ഓഗ്മെന്റഡ് മെട്രിക്സിലോട്ട് വന്നു. ഓഗ്മെന്റഡ് മെട്രിക്സ് എങ്ങനെ എഴുതുന്നു എന്നുള്ളത് നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ഗോസസ് എലിമിനേഷൻ മെത്തേഡ്, അതിൻ്റെ പ്രോബ്ലം ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ വഴി നമ്മൾ പ്രോബ്ലം ചെയ്ത് നോക്കി അല്ലേ. ദെൻ ഗോസ് എലിമിനേഷൻ വെച്ചിട്ട് 2x2 മെട്രിക്സ് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം, രണ്ട് ഇക്വേഷൻസ് തന്നിട്ട് 2x2 മെട്രിക്സ് ഫോമിൽ തരാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, ഇനി വരുന്ന ക്ലാസ്സിൽ നമുക്കിതിൻ്റെ ബാക്കി പ്രോബ്ലംസ് കൂടെ ചെയ്യേണ്ടതായിട്ടുണ്ട്. 3x3 മെട്രിക്സിൻ്റെ പ്രോബ്ലംസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ. സോ നമ്മുടെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ക്ലാസ് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സോ താങ്ക് യു സോ മച്ച്, കീപ് വാച്ചിങ്, ടേക്ക് കെയർ, ബൈ.